ഈ ചിങ്ങപ്പുലരിയിലും കർഷക ദിനത്തിലും സമാനതകളില്ലാത്ത കഷ്ടപ്പാടുകളിലൂടെയാണ് സംസ്ഥാനത്തെ കർഷകർ മുന്നോട്ട് പോകുന്നത്. നെല്ലറയുടെ നാടെന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ ഇന്ന് സംസ്ഥാന സർക്കാരിനെതിരെ കർഷക വഞ്ചനാ ദിനം ആചരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ചിറ്റൂരാണ്. ഇവിടെ സർക്കാരിനെതിരെ കർഷകരുടെ കോൺഗ്രസിൻ്റെ എല്ലാം നേതൃത്വത്തിൽ ഏകദിന നിരാഹാര സമരമാണ് സംഘടിപ്പിക്കുന്നത്. എന്തെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലൊരു അവഗണന കർഷകർ ഇന്നേ വരെ അനുഭവിക്കാത്തതും ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ട് വരികയാണ്. ഈ സർക്കാർ ഭരണത്തിൻ്റെ ഒരു പിടിപ്പുകേടുകൊണ്ട് സമയപരിധിയിൽ ഒരു വിത്ത് വിതരണം നടത്താനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയോ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഇനി കഷ്ടപ്പെട്ട് വിത്തൊക്കെ ഇവർ വാങ്ങിയെടുത്ത് അത് കൃഷിയിലേക്ക് ഇറക്കി അതിനെ കതിരാക്കി മാറ്റി നെല്ലെടുത്ത് ആ നെല്ല് സംരംഭം എന്ന് പറയുന്ന അടുത്ത നടപടിക്രമം അതും സമയപരിധിയിലില്ല. ഇനി അഥവാ നെല്ല് സംരംഭിച്ച് പല സമരങ്ങളിലൂടെ നെല്ലെല്ലാം സംരംഭിക്കാനുള്ള നടപടികളൊക്കെ വന്ന് ആ നെല്ല് എടുക്കുക ചെയ്താൽ സമയപരിധിക്കനുസരിച്ചുള്ള ആ തുക കർഷകർക്ക് നൽകുന്നില്ല. ന്യായവില ഇന്ന് വരെ കിട്ടാതെ കർഷകർ അതിൽ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കർഷകരുടെ അവസ്ഥ ഒരു ആനുകൂല്യങ്ങളും കൈപ്പറ്റാതെ ഒരു ആനുകൂല്യം കിട്ടാതെ സമരപരിപാടി മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർ ആത്മഹത്യ വക്കിലാണെന്നുള്ളത് സർക്കാർ മനസ്സിലാക്കാം. ഇന്ന് പോലും പുൽപ്പള്ളി പഞ്ചായത്തിൽ തന്നെ അവർക്ക് ന്യായവിലയോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കാതെ പാടശേഖര കമ്മിറ്റിക്ക് വർഷം കൊടുക്കുന്ന ആനുകൂല്യം പോലും നമ്മുടെ പുൽപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് കിട്ടാത്ത പാടശേഖര കമ്മിറ്റികൾ ഒരുപാടുണ്ട്. കർഷകരില്ലെങ്കിൽ അന്നമില്ല, എല്ലാവരും പട്ടിണിയിലാവും. ഞങ്ങളതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കി കർഷകരുടെ കൂട്ടായ്മയോടെ ഞങ്ങൾ ഇന്നൊരു തീരുമാനമെടുത്തു. നമ്മൾ ചിങ്ങമൊന്ന് ആഘോഷിക്കണമെങ്കിൽ അന്നത്തിനൊരു വഴി വേണം. ആ അന്നം ഇല്ലെങ്കിൽ എന്താവും? പട്ടിണിയാവും. അതുകൊണ്ടൊക്കെ പറഞ്ഞൊരു ഐശ്വര്യത്തിൻ്റെയൊക്കെ ദിനമാണ് ഇന്ന്. നിങ്ങൾ ഈ പട്ടിണി കിടക്കുന്ന ഒരു ദിനമായി മാറി. ഞാനൊരു ചെറുകിട കൃഷിക്കാരനാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാ കൃഷി ചെലവുകളും നടത്തണമെങ്കിൽ ഈ നെല്ല് വിറ്റിട്ട് വേണം പൈസ വരാൻ. ഇന്ന് 3 മാസമായിട്ടും ഇനിയും പൈസ വരാതെ കൃഷിക്കാർ ഒരുപാടുണ്ട്. 4 മാസമായി. സീനിയർ കർഷകർ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ ഒന്നും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്? ഞങ്ങൾ ഇപ്പോൾ 2020 തൊട്ട് ഒരു ആനുകൂല്യം ഞങ്ങൾ കിട്ടില്ല. ഉൽപ്പാദന ബോണസ് ഇല്ല, രാസവള സബ്സിഡി ഇല്ല, ഉഴവ് കൂലിയില്ല, പിന്നെ സംഭരിക്കുന്ന നെല്ലിൻ്റെ പൈസ ഇല്ല. പിന്നെ ഡീസൽ പോലും തമിഴ്നാട്ടിലൊരു വില, നമ്മുടെ അവിടെ ഒരു വില. ഞങ്ങളൊക്കെ ഡീസൽ ട്രാക്ടറുള്ള ഒരു കൃഷിക്കാരനായതുകൊണ്ട് ഡീസൽ അത് ഒഴിച്ചാൽ തന്നെ 6-7 രൂപ വില വ്യത്യാസങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ കൃഷി മാത്രമാണ് ഉപജീവന മാർഗം. ഇതുകൊണ്ട് എന്ത് ചെയ്യും? ഞങ്ങളിവിടെ ഒരു കൃഷിക്കാരൻ മന്ത്രിയാണ് എന്നുള്ള ഒരു വലിയൊരു ഉത്സാഹതയുണ്ടായിരുന്നു ഭരണ സമയത്ത്. ഇന്ന് ഞങ്ങൾക്ക് നിരാശയാണ്. എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് നെല്ലാളെന്ന് പൈസ ഞങ്ങൾക്ക് എത്രയും വേഗം കിട്ടണം. വലിയ ഐശ്വര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടിയൊക്കെയാണ് കർഷകർ ഈ ചിങ്ങം 1 ഈ കർഷക ദിനം ആചരിക്കാറുള്ളത്. പക്ഷേ ഇത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് പട്ടിണി കടന്നുകൊണ്ട് അല്ലെങ്കിൽ നിരാഹാരം കടന്നുകൊണ്ട് ഈ ദിനത്തിൽ സർക്കാരിനെതിരെ പോരാടാനാണ് ഇവരുടെ എല്ലാ തീരുമാനം. പാലക്കാട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് കളക്ടറേറ്റും അതുപോലെ തന്നെ സപ്ലൈകോയുടെ മുന്നിലെല്ലാം കർഷകരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ വിവിധ പാടശേഖര കമ്മിറ്റികളുടെ നേതൃത്വത്തിലെല്ലാം ഇത്തരത്തിൽ വിവിധ മാർഗ്ഗങ്ങളിലൂടെയുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.